രേണുസുതി, പ്രതീഷ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി പുറത്തുവന്ന കരിമിഴിക്കണ്ണാൽ എന്ന ആൽബം യൂട്യൂബിൽ വൻ ഹിറ്റായി. ഇതുവരെയായി 13 ലക്ഷത്തിലധികം പേരാണ് ആൽബം കണ്ടിരിക്കുന്നത്. ആൽബത്തിനായി കല്യാണ വേഷത്തിൽ അണിഞ്ഞൊരുങ്ങിയെത്തിയ രേണുസുതിയുടെ ചിത്രങ്ങൾ നേരത്തെ തന്നെ വലിയ ചർച്ചാ വിഷയമായിരുന്നു. ഇപ്പോഴത്തെ ഈ ആൽബത്തിന്റെ വിശേഷങ്ങളുമായി രേണുവും പ്രതീഷും പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. തങ്ങൾക്കെതിരായ വിമർശനങ്ങൾക്കും ഇരുവരും മറുപടി നൽകുന്നു. നേരത്തെയും നിരവധി ആൽബങ്ങൾ ചെയ്തിരുന്നെങ്കിലും ആദ്യമായിട്ടാണ് ഇത്രയധികം ശ്രദ്ധിക്കപ്പെടുന്നത്. രേണുസുതിയോടൊപ്പമാണ് അഭിനയിക്കുന്നത് എന്നതിനാൽ ഏറിൽ ആയിരിക്കുമെന്ന് സംവിധായകൻ ആദ്യം തന്നെ പറഞ്ഞിരുന്നു. എന്നാലും ചെയ്തു നോക്കാമെന്ന് ഞാൻ തീരുമാനിക്കുകയായിരുന്നു. ഷൂട്ടിന് പോയപ്പോൾ ആകെ ടെൻഷനായിരുന്നു. പക്ഷേ അന്നു മുതൽ ചേച്ചി ചോദിക്കാറുണ്ടായിരുന്നു, എൻ്റെ കൂടെ അഭിനയിക്കുന്നതിന് തനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എന്ന്. പ്രതീഷ് പറയുന്നു. വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും ഭാര്യയുമൊക്കെ നൽകിയ പിന്തുണയിലാണ് ഞാൻ ആൽബത്തിലേക്ക് അഭിനയിക്കാനെത്തിയത്. എന്തൊക്കെ നേരിടേണ്ടി വരുമെന്ന് ഡയറക്ടർ പറയുന്നുണ്ട്. അമ്മയൊക്കെ കേൾക്കുന്നുണ്ട്. ഇപ്പോഴും അമ്മ പറയുന്നത് ഓക്കെ പറയടാ എന്നാണ്. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും എനിക്ക് പറയാനുള്ളത് കൂടെ കേട്ടിട്ടേ അവർ ഒരു നിലപാട് എടുക്കുകയുള്ളൂ. നീ പോകുന്നത് അഭിനയിക്കാനാണ്. അതിനെ അങ്ങനെ കണ്ടാൽ മതിയെന്നാണ് അമ്മ പറഞ്ഞതെന്നും പ്രതീഷ് കൂട്ടിച്ചേർക്കുന്നു. അതേസമയം തന്നോടൊപ്പം ആരഭിനയിച്ചാലും അവർ ആക്രമിക്കപ്പെടുമെന്നാണ് രേണുസുതി പറയുന്നത്. ദാസേട്ടൻ കോഴിക്കോട് വരെ കുറച്ചു കാലത്തേക്ക് നല്ല ഇരയായിരുന്നു. ആ മുൾക്കിരീടം ഇപ്പോൾ ഇവന്റെ തലയിലായി. അതുകൊണ്ട് തന്നെ ഏത് സീനെടുക്കുമ്പോഴും പ്രതീഷ് ഓക്കെയാണോ എന്ന് അവനോട് സംവിധായകനോടും ചോദിക്കും. കെട്ടിപ്പിടിക്കാനൊക്കെ അവനും അവൻ്റെ ഫാമിലിയും ഓക്കെയാണോ എന്ന് ഞാൻ അന്വേഷിക്കുമെന്നും രേണുസുതി പറയുന്നു. നമുക്ക് അതേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു നടനുണ്ടെന്നും അയാൾക്ക് ഫാമിലി ഉണ്ടെന്നും അറിഞ്ഞപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് രേണുസുതിയോടൊപ്പം അഭിനയിക്കാൻ കുടുംബത്തിന് ഓക്കെയല്ലേ എന്നാണ്. അതായത് നാളെ ഒരു കല്ലുകടി ഉണ്ടാകാൻ പാടില്ല. ഇവിടെ പ്രതീഷും അവൻ്റെ ഫാമിലിയും എൻ്റെ കൂടെ അഭിനയിക്കാൻ ഓക്കെയായിരുന്നു. പ്രതീഷിനേക്കാൾ അവൻ്റെ ഫാമിലിയാണ് എന്നെ വിളിക്കുന്നത്. ആ കുട്ടി വെറും പാവമാണ്. ആ ആൽബം വിജയിച്ചതിലും വലിയ സന്തോഷമാണ്. കുറ്റവും കുറവുമൊക്കെ ഒരുപാട് പേര് പറയുമെങ്കിലും ആ ആൽബത്തിൽ അഭിനയിക്കാൻ സാധിച്ചത് ദൈവാനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇവന്റെ അഭിനയം എനിക്ക് വലിയ ഇഷ്ടമാണ്. ഒരു ദിവസം 5-8 പ്രാവശ്യം ഞാൻ ആ ആൽബം കാണുന്നത് ഇവന്റെ അഭിനയം കാണാനായിട്ടാണ്. 7 ദിവസം തികയുന്നതിന് മുമ്പ് തന്നെ 1 മില്യൺ അടിച്ചു. അതിന്റെ പിറ്റേ ദിവസം ഞാൻ അഭിനയിച്ച മറ്റൊരു ആൽബം ഇറങ്ങിയെങ്കിലും അത് അത്ര വിജയകരമായില്ല. സംവിധായകൻ മഹിയേട്ടനും ഞാനും തമ്മിൽ നേരത്തെയുള്ള ബന്ധമാണ്. അദ്ദേഹം നല്ല കെയറിങ്ങും പിന്തുണയും നൽകുന്നു. അതുകൊണ്ടാണ് അത്തരത്തിൽ ഒരു പോസ്റ്റ് ഇട്ടത്. അല്ലാതെ പ്രണയമോ മറ്റെന്തെങ്കിലും ഇതുവരെയില്ല. നല്ല സുഹൃത്താണ്. എനിക്ക് എൻ്റെ അനിയന്മാരുടെ കൂടെ വരെ ഫോട്ടോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും രേണുസുതി പറയുന്നു.